കഥാമൃഗത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇക്കൊല്ലത്തെ വിഷു ഇങ്ങെത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ വിഷുവിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നും വിഷുവിന് കൊന്നപ്പൂ വെക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതുപോലെ വിഷുക്കണിക്ക് വെക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നിവയൊക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ കൂടെ പരിചയപ്പെടാം. ആദ്യം തന്നെ വിഷുവിന് പിന്നിലെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പിന്നിൽ രണ്ട് കഥകൾ പറഞ്ഞു തരുന്നു. അതായത് നമ്മുടെ ദീപാവലി ആഘോഷത്തിന്റെ കഥയായിട്ടുള്ള നരകാസുര വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ കഥ. അതായത് നരകാസുരൻ ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് തന്റെ അമ്മയാൽ മാത്രമേ താൻ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്നൊരു വരം കരസ്ഥമാക്കി. നരകാസുരൻ എന്ന് പറയുന്നത് വരാഹമൂർത്തിക്ക് ഭൂമി ദേവിയിൽ ഉണ്ടായിട്ടുള്ള പുത്രനാണ്. അതുകൊണ്ട് തന്നെ ഭൂമി ദേവിയാൽ മാത്രമേ നരകാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം അമ്മ ഒരിക്കലും തന്റെ മകനെ കൊല്ലില്ലല്ലോ. അപ്പൊ ആ ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കല് ശ്രീകൃഷ്ണനും സത്യഭാമാദേവിയും കൂടി നരകാസുരൻ വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കൊട്ടാരം വരുന്ന സ്ഥലമായിട്ടുള്ള പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് കൂടി ഗരുഡന്റെ മുകളിലേക്ക് പറക്കുന്ന സമയത്ത് അവര് കൊട്ടാരത്തിൽ ഇറങ്ങിയിട്ട് നരകാസുരനെ ആക്രമിക്കുകയും സത്യഭാമാദേവി നരകാസുരനെ വധിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രം കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ഛിന്ന ഭിന്നമാക്കി കഴിഞ്ഞു. ഈ നരകാസുരനെ വധിച്ചതിന് ശേഷമുള്ള ഈ ആഘോഷമാണ് ഈ കാലത്ത് വിഷു ആയി അറിയപ്പെട്ടത് എന്നാണ് പറയുന്നത്. വിഷു ആഘോഷത്തിന് പിന്നിലെ രണ്ടാമത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ത്രേതായുഗത്തില് രാവണൻ സൂര്യഭഗവാനെ ശിക്ഷിച്ചിരുന്നു. അതായത് സൂര്യന്റെ കിരണങ്ങൾ നേരെ രാവണന്റെ കൊട്ടാരത്തിലേക്ക് പതിക്കുന്നതിനാൽ ഇതിൽ അസ്വസ്ഥനായിട്ടുള്ള രാവണാസുരൻ സൂര്യദേവനെ നേരെ ഉദിക്കുന്നതിൽ നിന്നും വിലക്കി. അങ്ങനെ അദ്ദേഹത്തിന് ചിരിഞ്ഞുദിക്കാനും അസ്തമിക്കാനുമേ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ശ്രീരാമൻ രാവണാസുരനെ വധിച്ചതിന് ശേഷമാണ് സൂര്യഭഗവാനെ നേരെ ഉദിക്കാൻ സാധിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഐതിഹ്യവും വിഷുവിന് പിന്നിലായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വിഷു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വിഷു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം രാവും പകലും തുല്യമായിട്ടിരിക്കുന്ന സമയം എന്നാണ്. അന്നേ ദിവസം രാത്രിയും പകലും മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരേ ദൈർഘ്യത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ തുലാമാസത്തിലും മേടമാസത്തിലും ഇത്തരത്തിൽ വിഷു വരുന്നുണ്ട്. നമ്മൾ മലയാളികൾ മേടമാസത്തിലെ വിഷുവാണ് പുതുവത്സരമായിട്ട് ആഘോഷിക്കുന്നതും കണി കാണാനും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ആഘോഷമായിട്ട് കാണുന്നത് മേടമാസം 1-ാം തീയതി. ആ ദിവസമാണ് മലയാളികൾ വിഷുവായിട്ടും പുതുവത്സരമായിട്ടും ആഘോഷിക്കുന്നത്. ഇനി വിഷുക്കണിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണല്ലോ കൊന്നപ്പൂവ്. കൊന്നപ്പൂവിന് എങ്ങനെയാണ് വിഷുവിന് ഇത്രയ്ക്ക് പ്രാധാന്യം ലഭിച്ചത് എന്നുള്ള കഥയിലേക്ക് നോക്കിയാലോ. പണ്ട് ത്രേതായുഗത്തില് ശ്രീരാമൻ സീത അന്വേഷിച്ചു. ഇനി വിഷുക്കണിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണല്ലോ കൊന്നപ്പൂവ്. കൊന്നപ്പൂവിന് എങ്ങനെയാണ് വിഷുവിന് ഇത്രയ്ക്ക് പ്രാധാന്യം ലഭിച്ചത് എന്നുള്ള കഥയിലേക്ക് നോക്കിയാലോ. പണ്ട് ത്രേതായുഗത്തില് ശ്രീരാമൻ സീതാ അന്വേഷണാർത്ഥം വനത്തിലൂടെ നടക്കുന്ന സമയത്ത് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുകയും ബാലിയെ ഉളിയം പെയ്ത് വധിക്കുകയും ചെയ്തിരുന്നു അല്ലെ. ആ സമയത്ത് ശ്രീരാമൻ ഒരു മരത്തിന് പിന്നിൽ നിന്നിട്ടാണ് ഉളിയം പെയ്തിരുന്നത്. അത് ഒരു കൊന്നമരമായിരുന്നു എന്നും അങ്ങനെ ആ മരത്തിന് പിന്നിൽ നിന്ന് ഒളിയം പെയ്തതിനാൽ ബാലിയെ കൊന്ന മരം എന്ന് പിൽക്കാലത്ത് ആ മരത്തിനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മരം അതീവ സങ്കടത്തോടു കൂടി ശ്രീരാമനോട് തന്റെ ദുഃഖം അറിയിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ദ്വാപരയുഗത്തില് ഞാൻ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കുമ്പോഴും പിൽക്കാലത്ത് കലിയുഗത്തില് വിഷു ആഘോഷിക്കപ്പെടുമ്പോഴും നിനക്ക് ഈ അപകീർത്തി മാറും എന്ന് പറഞ്ഞിട്ട് കൊന്നമരത്തിനെ അനുഗ്രഹിച്ചു. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ഉണ്ണി താമസിക്കുന്നുണ്ടായിരുന്നു. ആ ഉണ്ണിയുടെ ഒറ്റ കൂട്ടുകാരൻ ആരായിരുന്നു എന്നറിയോ? ഉണ്ണിക്കണ്ണനായിരുന്നു. അവന് മറ്റു കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിരുവരും എപ്പോഴും ഒന്നിച്ചായിരുന്നു കാണപ്പെട്ടിരുന്നത്. കളിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഒക്കെ കണ്ണൻ ശ്രീലകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ഉണ്ണിയുടെ കൂടെ പോകുമായിരുന്നു. അങ്ങനെ എന്ത് കിട്ടിയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സ്വീകരിച്ചുമൊക്കെയായിരുന്നു അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരാൾ ഒരു സ്വർണ്ണമാല നടക്കി വെക്കുകയാണ്. ആ സ്വർണ്ണമാല ഒരു ദിവസം കൃഷ്ണൻ ഈ ഉണ്ണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ഈ ഉണ്ണി പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയപ്പോൾ ഈ മാല അണിഞ്ഞുകൊണ്ടാണ് പോയത്. അതേസമയം ഏശാന്തി ശ്രീകോവിലിലെ നട തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭഗവാനെ നടക്കി വെച്ചിരുന്ന മാല മോഷണം പോയതായിട്ട് കാണപ്പെട്ടു. അങ്ങനെ ക്ഷേത്രത്തിലെ ഭാരവാഹികളും മറ്റംഗങ്ങളും എല്ലാവരും ചേർന്ന് ഈ ഉണ്ണിയെ ശിക്ഷിക്കാനായിട്ട് തുടങ്ങി. അതേസമയം ഉണ്ണിയുടെ അച്ഛനും അമ്മയും പോലും ഈ പറയുന്നതൊന്നും വിശ്വസിച്ചിരുന്നില്ല. കാരണം ഭഗവാൻ ഉണ്ണിക്കണ്ണൻ തന്നെ ഈ കുട്ടിയുടെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ, അതും ഈ കലികാലത്ത്. അങ്ങനെ എല്ലാവരും കൂടി ആ നടയിലിട്ട് ഉണ്ണി അടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഉണ്ണി കരഞ്ഞുകൊണ്ട് ഉണ്ണിക്കണ്ണനെ വിളിച്ച് പറയുകയാണ്, എൻ്റെ കണ്ണ, നീ തന്ന മാലയല്ലേ ഇത്,
ഞാൻ പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല. ഇനി അതുകൊണ്ട് തന്നെ നീ ഇറങ്ങി വന്നിട്ട് നീ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും നിന്നോട് കളിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് കുറേ അധികം നിലവിളിച്ചു. എന്നിട്ടൊന്നും ഉണ്ണിക്കണ്ണൻ ഇറങ്ങി വന്നില്ല. അപ്പോൾ ഈ ഉണ്ണി ഈ മാല വലിച്ചു പൊട്ടിച്ചെടുത്തിട്ട് സമീപത്തെ മരത്തേക്ക് എറിയുകയും ഇനി മേലിൽ ശേഷനുമായിട്ട് ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുകയും ചെയ്യും. ആ മാല മരത്തിൽ ചെന്ന് വീണ സമയത്ത് തന്നെ അത് സ്വർണ്ണപ്രഭ വിതറുന്ന കൊന്നപ്പൂക്കളായിട്ട് മാറി എന്നാണ് പറയുന്നത്. അതേസമയം ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായി. ഈ മാല ഞാൻ ഈ കുട്ടിക്ക് കൊടുത്തതാണെന്നും ഇവൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണെന്നും. അതേസമയം മറ്റൊരു കാര്യം കൂടി ഭഗവാൻ പറയുകയുണ്ടായി, ഈ മാലയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ പൂക്കൾ കളി കാണുന്നതിലൂടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അപകീർത്തിയിൽ നിന്ന് പോലും മോചനം നേടാനാവും എന്ന് പറഞ്ഞു. അതിൽ പിന്നെയാണ് വിഷുവിന് കണിക്കുന്ന പൂക്കൾ കണി കാണാൻ തുടങ്ങിയത്. ഇനി കണി ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിറദീപം കൊളുത്തി വെക്കണം. അതുപോലെ തന്നെ അഷ്ടമംഗല്യം ഒരുക്കി വെക്കണം. ദശപുഷ്പം, വാൽക്കണ്ണാടി, ചന്ദനം, കുങ്കുമം, മഞ്ഞൾ തുടങ്ങിയവയൊക്കെ അഷ്ടമംഗല്യത്തട്ടിൽ വെച്ചിരിക്കണം. അതുപോലെ തന്നെ അഞ്ജനം, പുതുവസ്ത്രം, നമുക്ക് ലഭ്യമായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഓട്ടുരുളിയിലാക്കിയിട്ട് കണി കാണുന്ന സ്ഥലത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ അരി, തേങ്ങ, സ്വർണം, വെള്ളി തുടങ്ങിയവയിലുള്ള ആഭരണങ്ങൾ, പണം, നാണയത്തുട്ടുകൾ, മഹത് ഗ്രന്ഥങ്ങൾ, അതായത് രാമായണം, മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ, ഇവയ്ക്കെല്ലാത്തിനും പുറമെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൊന്നപ്പൂ, ഇവയെല്ലാം കൂടി ഒന്നിച്ച് കണി കണ്ടുണരുന്നതിലൂടെ അന്നേ ദിവസവും അതോടൊപ്പം ആ വർഷവും ഐശ്വര്യപൂർണ്ണമായി തീരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്കൊല്ലത്തെ വിഷു എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.